നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത് സഞ്ജു സാംസണിന്റെ അഭാവമാണ്. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു തഴയപ്പെട്ടപ്പോൾ KL രാഹുലും ഋഷഭ് പന്തുമാണ് വിക്കറ്റ് കീപ്പർമാരായി ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം നേടിയെടുത്തത്. ഏകദിനത്തിൽ 56 മുകളിൽ ശരാശരി ഉണ്ടായിട്ടും സഞ്ജു സാംസണെ ഇന്ത്യ ഏകദിന ടീമിൽ നിന്ന് തഴയുകയായിരുന്നു. വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് സഞ്ജു സാംസൺ വിട്ടുനിന്നത് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയാൻ പ്രധാന കാരണമായിട്ടുണ്ട്. വിജയ് ഹസാരെ ട്രോഫിയിൽ തിളങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ സഞ്ജുവിന് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വിളിയെത്താനുള്ള സാധ്യതയും ഉയരുമായിരുന്നു. എന്നാൽ സഞ്ജു ആഭ്യന്തര ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിന്നതോടെ സെലക്ടർമാരും മുഖം തിരിച്ചു. സഞ്ജു വിജയ് ഹസാരെ ട്രോഫി കളിക്കാതിരുന്നതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനും അതൃപ്തരായിരുന്നു. ഇക്കാര്യം KCA വൃത്തങ്ങൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ സഞ്ജു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെട്ടതിന് പിന്നാലെ താരം ഈ തഴയൽ അർഹിക്കുന്നുണ്ടെന്ന തരത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ്. സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ ഉൾപ്പെടുത്താത്തതിന്റെ പ്രധാന കാരണം സെലക്ഷൻ ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്നതാണ്. സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ലെന്ന് മാത്രമാണ് സഞ്ജു പറഞ്ഞത്. ഇതിന്റെ വ്യക്തമായ കാരണം ബോധിപ്പിക്കാത്തതിൽ KCA ഭാരവാഹികൾക്ക് അതൃപ്തിയുണ്ടായിരുന്നു. പിന്നീട് സഞ്ജു സാംസൺ കളിക്കാൻ താല്പര്യം അറിയിച്ചപ്പോഴും വേണ്ടെന്ന നിലപാടെടുക്കുകയായിരുന്നു KCA. സഞ്ജുവിന് തോന്നുമ്പോൾ കളിക്കാനുള്ളതല്ല കേരള ക്രിക്കറ്റ് ടീം എന്നാണ് അവരുടെ നിലപാട്. ഇത് തന്നെയാണ് KCA പ്രസിഡന്റും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്തതിനാലാണ് സഞ്ജു സാംസൺ തഴയപ്പെട്ടതെന്ന് എനിക്ക് ഉറപ്പ് പറയാനാവില്ല. സഞ്ജുവിനെ വിജയ് ഹസാരെ ട്രോഫി ടീമിൽ നിന്ന് തഴയാനുള്ള കാരണം സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കാത്തതിനാലാണ്. ഇതിന് നൽകിയത് ഒറ്റ വാക്കിലുള്ള വിശദീകരണമാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നയിച്ച സഞ്ജു തന്നെ കേരളത്തെ വിജയ് ഹസാരെ ട്രോഫിയിലും നയിക്കണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചതെന്നാണ് ജയേഷ് ജോർജ് പറഞ്ഞത്. സഞ്ജു ഇന്ന് സൂപ്പർ താരമാണ്. ഇന്ത്യ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിന്റെ അഭിമാനമാണ് സഞ്ജു. IPL-ൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തും സഞ്ജു സാംസൺ ഉള്ളതാണ്. കേരള താരം ഒരു IPL ടീമിന്റെ നായക സ്ഥാനത്തേക്ക് എത്തുക എന്നത് എളുപ്പമല്ല. ഇന്ന് ഇത്തരത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് പോകുമ്പോഴും വന്ന വഴി മറക്കുകയും തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ശരിയല്ലെന്നാണ് ജയേഷ് ജോർജ് പറയുന്നത്. സഞ്ജു വ്യക്തമായ കാരണം നൽകാതെ സെലക്ഷൻ ക്യാമ്പിൽ നിന്നും വിട്ടുനിന്നു. പിന്നീട് കളിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചു. എന്നാൽ സഞ്ജു അല്ല ഏത് താരമായാലും KCAക്ക് ഒരു നിലപാടാണുള്ളത്. സഞ്ജുവിന് ടീമിലേക്ക് എത്താൻ ക്യാമ്പിന്റെ ആവശ്യമില്ലെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ തനിക്ക് തോന്നുമ്പോൾ മാത്രം കേരളത്തിനായി കളിക്കുക എന്ന രീതി ശരിയല്ല. എങ്ങനെയാണ് സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത്? അത് KCAയിലൂടെയാണ്. തോന്നുമ്പോൾ മാത്രം കേരളത്തിനായി കളിക്കാനാവില്ല എന്നാണ് ജയേഷ് കൂട്ടിച്ചേർക്കുന്നത്. സഞ്ജു സാംസണ് ഇന്ത്യയുടെ ഏകദിന ടീമിൽ സ്ഥാനമില്ലെന്നത് പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ നിലപാടാണ്. സഞ്ജു സാംസനെ T20 ഓപ്പണറാക്കിയതും പിന്തുണച്ചതും ഗംഭീറാണ്. എന്നാൽ ഏകദിനത്തിൽ ഗംഭീർ സഞ്ജുവിൽ ഭാവി കാണുന്നില്ല. ഋഷഭ് പന്തും KL രാഹുലും സഞ്ജുവിനേക്കാൾ മികവ് കാട്ടാൻ ശേഷിയുള്ളവനാണെന്നാണ് ടീം മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഏകദിന ടീമിൽ സ്ഥാനം നേടുക എന്നത് പ്രയാസമാണെന്ന് തന്നെ പറയണം.